Magic morning. ബി മാജിക്കിന്റെ 2237 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. സേ ഇറ്റ് റൈറ്റ് എവറി ടൈം എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് NLP സർട്ടിഫൈഡ് ട്രെയിനറായ പ്രവീണ മാം ആണ്. വെൽക്കം പ്രവീണ മാം. മാജിക് മോർണിംഗ്. താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴയൊക്കെ വളരെ കുറവാണ്. പക്ഷെ എനിക്ക് ഇന്ന് തോന്നുന്നു ഇന്ന് പുലർച്ചെ മുതൽ എല്ലായിടത്തും മഴ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആണല്ലോ അല്ലെ? ശരിയാണോ? എല്ലായിടത്തും മഴയൊക്കെ വീണ്ടും ആരംഭിച്ചോ? മഴ പെയ്യുന്നുണ്ടാവും. അപ്പൊ ഇന്ന് കർക്കിടകം 1 കർക്കിടകം 1 എന്ന് പറയുമ്പോൾ ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് വർഷങ്ങൾ അല്ലെങ്കിൽ കുറെ കാലങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു അന്തരീക്ഷത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ അതിൽ നിന്ന് ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരുപാട് പേര് അതിന്റെ ഒക്കെ ഒരു ആചാരങ്ങളിലേക്കും അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ഉള്ള ഒരു പ്രാർത്ഥനകളിലേക്കൊക്കെ പോകുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് കേട്ടു നോക്കാം. സേ ഇറ്റ് റൈറ്റ് എവറി ടൈം. എപ്പോഴും പറയുന്നത് ശരിയായിരിക്കാൻ, അത് മറ്റുള്ളവർക്കിടയിലാണെങ്കിലും അത് കൃത്യമതയോടുകൂടി പറയാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത്തരം ഒരു അവസ്ഥയിൽ മൈൽസ് കാർട്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചില ടിപ്സുകളാണ് ഇന്ന് നിങ്ങൾ എനിക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് വെറും ടിപ്സുകൾ മാത്രമാണ്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ ഉയരാറുണ്ട്. വൈ ഡിഡ്ന്റ് ദാറ്റ് കം ഔട്ട് റൈറ്റ്? ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് പറയാൻ അങ്ങനെയാണ്, പക്ഷെ ഞാൻ പറഞ്ഞത് വേറൊന്നായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഗിൽട്ട് ഫീലിംഗ് ചില സമയത്ത് തോന്നാറുണ്ട്. എന്റെ മനസ്സിൽ അല്ലെങ്കിൽ തലയിൽ ഇന്ന ചോദ്യമാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ പറഞ്ഞത് എന്നിലൂടെ വന്നത് മറ്റൊരു ഉത്തരമാണ്. അപ്പം ഇത്തരം ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും സംസാരങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവാനും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി ഇരിക്കാനും അത് നമ്മുടെ കോൺഫിഡൻസിനെ താഴോട്ട് വലിക്കാനും കാരണമായി മാറുന്നുണ്ട് എന്ന് പലപ്പോഴും മനസ്സിലാവും. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇനി എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങി നെഗറ്റീവേ പറയുള്ളൂ, അല്ലെങ്കിൽ അത് എപ്പോഴും ബ്ലോക്ക് ചെയ്യും. എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ആ പ്രോഗ്രാം അവിടെ വെച്ച് നിർത്തും. ചിലപ്പോൾ വീട്ടില് മക്കള് സംസാരിക്കുന്ന സമയത്തായിരിക്കും ചില പാരന്റ്സിനോട് കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ടാവുക. അപ്പം അത്തരം ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടാനുള്ള ചില കാരണങ്ങളാണ് അല്ലെങ്കിൽ ചില ടിപ്സുകളാണ് മൈൽസ് കാർട്ടർ എന്ന് പറയുന്നത്. അത്തരം ടിപ്സിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം ഒന്നാമതായിട്ട് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് അല്ല, അത് ഒരാളുടെ സ്വഭാവ സവിശേഷതയോ ഒന്നും അല്ല. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, അതൊരു വ്യക്തി സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാധ്യമാകുന്ന ഒരു സ്കില്ലാണ് എടുത്തു പറയുന്നുണ്ട്. ഇത് പറയുമ്പോഴാണ് ഒരുപക്ഷെ ഞാൻ പഠിച്ച ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാനിവിടെ നിന്ന് ഓർത്തത്. അതിന്റെ പേര് അതൊരു കൊറിയൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഞാൻ ആ സ്കില്ലിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്കില്ലിന്റെ പേര്, അത് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നൂൻജി എന്നാണ് അതിന്റെ പേര്. NUNCHI, നൂൻജി എന്ന് പറയും. അതൊരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആക്കാനും ഒക്കെ പറ്റുന്ന കുറെ ടിപ്സുകൾ അടങ്ങിയ ഒരു സ്കില്ലാണ്. അപ്പം അത് പല സ്ഥലത്തും നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. ഞാനതൊരു കോഴ്സിലൂടെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതൊക്കെ. അപ്പൊ ഇതൊരിക്കലും നന്നായി സംസാരിക്കുക എന്ന് പറയുന്ന ഒരാളുടെ ജന്മനായുള്ള കഴിവ് എന്നതിലുപരി ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ്, ഒരു സ്കില്ലാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും പല വ്യക്തികളും ഒരു റൂമിൽ സ്മാർട്ട് ആവുന്നത് അവർ ഒച്ചയിട്ട് സംസാരിക്കുന്നതുകൊണ്ടല്ല. ചിലർ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് ചിലർ ഒറ്റയടിക്ക് കാര്യങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഇപ്പോൾ നമ്മള് ടേബിളിൽ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് വെച്ചു എന്നായിരിക്കും, അത് പെട്ടെന്ന് സമയത്ത് അതൊന്ന് തൂവിപ്പോയാൽ, പുറത്തേക്ക് ഒന്ന് തുളുമ്പിപ്പോയാൽ ചിലവർ എന്ത് ചെയ്യും, എവിടെ നോക്കിയിട്ടാണ് ആ ചായ വെക്കുന്നത് എന്നൊരു ചോദ്യമായിരിക്കും ചിലരുടെ വായിൽ നിന്ന് വരുന്നത്. പക്ഷെ അവർ ഉദ്ദേശിച്ചത് പലപ്പോഴും അതായിരിക്കില്ല. നല്ല രീതിയിൽ അവരോട് പറയണമെന്നുണ്ടായിരിക്കും, അത് കുഴപ്പമില്ല, സാരമില്ല, അതൊന്ന് പെട്ടെന്ന് തന്നെ തുടച്ചോളൂ കേട്ടോ, അപ്പൊ അത് പിന്നെ ഇനി അത് ആരുടെ മേലാക്കാതെ. ഇത് രണ്ടും രണ്ടാണ്. നേരത്തെ പറഞ്ഞു കേൾക്കുമ്പോൾ പെട്ടെന്ന് കൊണ്ടുവച്ച വ്യക്തി ഒന്ന് ഷോക്കാവാം. രണ്ടാമത് അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പൊ ഒക്കെ തലകൊണ്ട് വരാം, അത് ഇപ്പൊ വരാം, തുണി എടുത്തിട്ട് ഓടി വരാം എന്ന്. രണ്ടും രണ്ട് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിക്കുക രണ്ടാമതായിരുന്നു പറയാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ ആദ്യത്താണ് അറിയാതെ വന്നു പോയിരുന്നത്. അപ്പം അത് നേടിയെടുക്കാൻ ഒരുപാട് ടിപ്സുകൾ നമുക്ക്
അവൈലബിൾ ആണ്. അപ്പൊ അത്തരം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നേടിയെടുക്കാനുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പാകപ്പിഴകൾ കണ്ടെത്തി അതിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അത് കണ്ടെത്തി നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നാണ് മൈൽസ് കാർട്ടർ നമ്മളോട് പറയുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത് പറയുന്നത് സ്ട്രക്ചർ മാറ്റേഴ്സ് മോർ ദാൻ യു തിങ്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്ട്രക്ചർ മാറ്റേഴ്സ് മോർ ദാൻ യു തിങ്ക്. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം കാണുന്ന സമയത്ത് ഇപ്പൊ പലപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു പോസ്റ്റാണ്, നമ്മളിപ്പോ ഒരു ജയിൽ പുള്ളി അകത്തിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. പുറത്തേക്ക് നോക്കുക രണ്ട് വ്യക്തികളാണ് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നത്. ഒരാള് കാണുന്നത് കുറെ ബ്ലോക്ക് ചെയ്ത അല്ലെങ്കിൽ ഒരു മതിലിനെയാണ് കാണുന്നത്. ജയിലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ജനലിൽ കൂടെ കാണുന്നത് ഒരു ബ്ലോക്ക് ചെയ്ത മതിലാണ് കാണുന്നത്. മറ്റൊരാള് തൊട്ടടുത്തിരിക്കുന്ന ആള് കാണുന്നത് അതല്ല, ആ മതിലിനപ്പുറമുള്ള ഒരു ലോകത്തെ കുറിച്ചാണ് അയാളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ മുഴുവൻ. അപ്പൊ അവിടെ സ്ട്രക്ചറല്ല, മുന്നിൽ സ്ട്രക്ചർ മാറ്റേഴ്സ്. നമ്മൾ കാണുന്ന ബ്ലോക്ക് എന്നതിലുപരി അതിനപ്പുറത്തേക്ക് ഒരു സമൃദ്ധമായ ഒരു ലോകമുണ്ടെന്ന് ചിന്തിക്കുന്ന ചില ചിന്തകൾ അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം, നമ്മൾ കാണുന്നതിനും അപ്പുറം എപ്പോഴും പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റുക എന്നത് ഒന്നാമത്തെ കാര്യം. ഒരു ട്രെയിൻ ലേറ്റ് ആകുന്ന സമയത്ത് ഇനിയിപ്പോ ഇന്നും ട്രെയിൻ ലേറ്റ് ആണല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ ലേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ചില സമയങ്ങളിൽ ചെയ്തു തീർക്കാനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഫോൺ കോൾ നമുക്ക് ആ സമയത്ത് ചെയ്യാം. വേണമെങ്കിൽ ഒരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അതിലൊരു പേജ്, ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം. അതും പോട്ടെ, ഇത് ലേറ്റ് ആവുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും ഞാനിപ്പോ ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് വീട്ടിലെത്തിയത്, 2-2:30ക്കാണ് വീട്ടിലെത്തിയത്. അപ്പൊ ആ സമയത്ത് ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരു അരമണിക്കൂർ, 9:30ക്ക് വരേണ്ട, രാത്രി 9:30ക്ക് വരേണ്ട ട്രെയിൻ 9:55-നാണ്. അപ്പൊ എനിക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തുമാണ്, നമ്മൾ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അരമണിക്കൂർ ട്രെയിൻ ലേറ്റ് ആണ് എന്ന് ആദ്യം എന്റെ മനസ്സിലേക്ക് വന്നു എങ്കിലും ഞാൻ ആ റെസ്റ്റിംഗ് റൂമിൽ നിന്ന് ഓടിപ്പോയി നോക്കിയ പരിചയമില്ലാത്ത സ്ഥലം, ഇത് എവിടെയാ ഡിസ്പ്ലേ എന്നുള്ളത് ഒന്നും കാണുന്നില്ല. പുറത്ത് എവിടെയും എഴുതിയും വെച്ചിട്ടില്ല എവിടെയാണ് ഈ ബോഗി കിടക്കുന്നത്. അപ്പൊ പിന്നെ ആകെ അങ്കലാപ്പിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈശ്വര, 9-9:30 ട്രെയിൻ എങ്കിൽ പെട്ടുപോയാൽ, ഇനി ഇത്ര ലേറ്റ് ആയത് നന്നായി. കണ്ടോ? അപ്പൊ അവിടെ ലേറ്റ് ആകുമ്പോൾ നമ്മൾ ആ കാണുന്ന സ്ട്രക്ചർ എന്നതിലുപരി അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനുപരി അതിന്റെ പിന്നിലേക്കുള്ള കാരണങ്ങളെ തേടി പോവുക. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ലേറ്റ് ആയപ്പോൾ ഷൈനി വിളിച്ചപ്പോ, ഷൈനി വിളിക്കാൻ ഒരു കാരണമുണ്ട് എന്ന ചിന്തയിലേക്ക് നമുക്ക് എപ്പോഴും അങ്ങനെ വരാൻ കഴിയണമെന്നില്ല. എന്നാലും മൈൽസ് കാർട്ടർ പറയുന്നത് അത്തരം ബ്ലോക്കുകൾ വരുന്ന സമയത്ത് അതൊരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ട് ആ ഓപ്പർച്യൂണിറ്റിയെ കാണുക എന്ന് മാത്രമല്ല, അപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാവും. ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തയിലേക്ക് സ്ട്രക്ചറാക്കി നമ്മളെ കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവിടെ ബെറ്റർ ആക്കാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. അത് സ്വയം അതിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഓരോ സിറ്റുവേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ഇത്തരം കമ്മ്യൂണിക്കേഷന്റെ സമയത്ത് ഫില്ലർ വേർഡ്സ് ആർ എ ഫോം ഓഫ് വോയിസ്. പലപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മൾ ചില ആളുകൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മൂളാറുണ്ട്. യെസ് എന്ന് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ, ലൈക്ക് അല്ലെങ്കിൽ ഐ നോ, ഇതെനിക്ക് അറിയാം എന്ന് പറയുന്നതിന് പകരം ഇത്തരം മൂളലുകളൊക്കെ പറയും. ചില സമയത്ത് വീടുകളിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആരെങ്കിലും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു മറുപടിയും പറയാതെ ഇങ്ങനെ മൂളിക്കൊണ്ടിരുന്ന അവർക്ക് ദേഷ്യം പിടിക്കും. അപ്പൊ അവര് പറയും, ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അവർ പല സമയത്തും മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും മകള്, ചിലപ്പോൾ മകൻ അടുത്തിരുന്നത്. അപ്പൊ നമ്മൾ നീ പറഞ്ഞോ, അപ്പൊ നമ്മൾ തലയൊന്ന് അളക്കും, മൂളും. ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മോശമാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അവിടെയൊക്കെ ഫില്ലർ വേർഡ്സുകൾ ഉപയോഗിക്കുക. എന്നുള്ള പറയുന്നതിന് പകരം, മൂളുന്നതിന് പകരം, അപ്പൊ നീ അവിടെ പോയിരുന്നോ, ജസ്റ്റ് വെറുതെ ആ കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അതിന്റെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് പോകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൂളുന്നതിനേക്കാൾ നല്ല, എനിക്ക് മനസ്സിലായി, നീ ഉദ്ദേശിച്ചത് ഇതല്ലേ, അപ്പൊ അവര് അത് തന്നെ എന്ന് പറയുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ബിൽഡപ്പ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ചില സമയത്ത് നമുക്ക് പുതിയൊരാൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ ചിലരുടെ പ്രശ്നമാണ്, എനിക്ക് പേര് മനസ്സിൽ ഓർമ്മ നിൽക്കുന്നില്ല, മറന്നു പോകും. അപ്പൊ അതിനൊരു ടിപ്സ് എന്ന രീതിയിൽ മൈൽസ് കാർട്ടർ പറയും, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരാളുടെ ഒരു പുതിയതായിട്ട് ഒരു പേര് നമ്മൾ കേട്ടു. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നോക്കുമ്പോൾ ജൂഡ്
ജോസ് എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ പേര് എന്താണ്? ജൂഡ് ജോസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ മറന്നു പോവാം. അപ്പൊ നെക്സ്റ്റ് ടൈം അദ്ദേഹം എന്തെങ്കിലും അപ്പൊ ജൂഡ് ജോസ് എന്ത് ചെയ്യുന്നു, അപ്പൊ അപ്പൊ ജൂഡ് ജോസ്, അപ്പൊ നമ്മൾ വീണ്ടും 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 ആ പേരിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അദ്ദേഹത്തിനോട് അപ്പൊ ജൂഡ് ജോസ് എത്ര കാലമായിട്ട് ഈ ജൂലിയൻ, അപ്പൊ ജൂഡ്, പിന്നെ നമുക്ക് ചുരുക്കാം ജൂഡ്. ഇപ്പോ പിന്നെ ഇപ്പൊ ഫെർദർ ഇപ്പൊ ഹോബീസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ വീട് എവിടെയാണ്? ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? അപ്പൊ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം ജൂഡിന്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്, കണ്ടോ? അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ബെറ്റർ ആക്കാനും പറ്റും. പിന്നീട് ഒരു 10 പ്രാവശ്യം നമ്മൾ ആ വീട്, അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം മാക്സിമം മതി ആ പേര് പകരം കേൾക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അവരോട് വെറും സെന്റൻസുകൾ ചോദിക്കുന്നതിന് പകരം അവരുടെ പേരും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ആ പേര് പഠിക്കാനും, പിന്നെ നമ്മൾ അവരെ കാണുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരിക ജൂഡ് എന്ന പേരാണ്. കാരണം ഓൾറെഡി നമ്മൾ ഒരു 5-10 പ്രാവശ്യം ആ പേര് ഉപയോഗിച്ച് കഴിയും. സോ ദിസ് ഈസ് എ ടിപ്പ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ പേരുകൾ ആവർത്തിച്ച് കൂടുതൽ സംസാരിക്കുക. പിന്നെ ആ ഗ്യാപ്പുകൾ എപ്പോഴും മൂളൽ കൊണ്ട് നിറയ്ക്കാതെ അതിലേക്ക് നിറയ്ക്കാനുള്ള വേർഡ്സ് കൂടി കയ്യിൽ കരുതുക എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് റീഡിങ് ഈസ് ദ റൂം ഈസ് എ ടീച്ചബിൾ സ്കിൽ എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു റൂം എന്ന് പറയുമ്പോൾ ചുമര് മാത്രം എന്ന് ഉദ്ദേശിക്കണം എന്നില്ല. കുറച്ച് പേര് സംസാരിക്കുന്ന ഇടയിലേക്ക് എന്നാകാം, അല്ലെങ്കിൽ ഒരു ആ ഇടയിലേക്ക് സംസാരം. അപ്പൊ അത് റൂമായിട്ട് കണക്ക്, ഒരാൾ കുറച്ച് പേര് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവർ കൂടി നിൽക്കുകയാണ്. അപ്പൊ അതിലേക്ക് അതായത് റീഡിങ് ദ റൂം ഈസ് എ ടീച്ചബിൾ സ്കിൽ. അവർ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് എനിക്ക് നൽകാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കാൻ ആ റൂം ഒന്ന് റീഡ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളൊരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ സമയത്ത് അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. എന്താണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് എന്നിൽ നിന്നൊരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നത് എന്ന് റീഡ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുക എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീഡിങ് ദ റൂം. അത് റീഡിങ് ദ റൂം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ചിലർ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ ചില സമയത്ത് ഷൈമിനെയോ ആരെങ്കിലും ആയിരിക്കും ഇപ്പൊ ഇത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം റീഡ് ചെയ്ത് അത് കൺക്ലൂഡ് ചെയ്തൊരു പോയിന്റ് ആക്കി മാറ്റുമ്പോൾ, അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ചില സമയത്ത് അത് കൺക്ലൂഡ് ചെയ്യുന്ന വ്യക്തി പറയാറുണ്ട്. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? റീഡിങ് ദ റൂം. ഇപ്പോ ഈ പ്ലാറ്റ്ഫോമില് കാര്യങ്ങൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകം വായിക്കും പോലെ, ശ്രദ്ധിച്ച് വായിക്കും പോലെ അതിനെക്കുറിച്ച് റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ വിധുബാല മാമും എന്തോ നോട്ട് ചെയ്യുന്നത് കണ്ടു, മണിസാറും എന്തോ നോട്ട് ചെയ്യുന്നത് കണ്ടു. യെസ്, ദേ ആർ റീഡിങ് ദ റൂം. ഇറ്റ് ഇസ് എ സ്കിൽ ആക്ച്വലി. അപ്പൊ റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത്, ഇത് കഴിഞ്ഞ് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് അത് എടുത്ത് പറയാൻ, അതിങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നന്നായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഒരു മീറ്റിംഗിൽ ലാസ്റ്റ് എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇപ്പൊ മണിസാറോട് ചോദിക്കുകയാണ് ഒരു മീറ്റിംഗിന്റെ ഇടയിൽ, മണിസാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുക. മണിസാർ ഇതെല്ലാം നോക്കി റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ റീഡിങ് തന്നെ വായിക്കുക മാത്രമല്ല, ഇത് കേട്ട് എഴുതുന്ന പരിപാടിക്ക് നമുക്ക് റീഡിങ് ദ റൂം എന്ന് വേണമെങ്കിൽ അതിനെ ആ ഫ്രേസ് കൊണ്ട് ഉപയോഗപ്പെടുത്താം എന്ന് പറയുമ്പോൾ, നിങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പൊ കണ്ടോ, കേൾക്കുന്ന ആൾക്ക് സി ഹൗ ലിസൺ ഹീ. അപ്പൊ അവിടെ നിങ്ങളോട് സംസാരിക്കാൻ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഇമ്പോർട്ടൻറ്റ് സ്കിൽ. നമുക്കത് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്കറിയുന്ന കഴിവുകളെ പുറത്തെടുത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. മറിച്ച് അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ കൂടി കൂട്ടിച്ചേർന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യമായിട്ട് തന്നെ അത് പുറത്തേക്ക് വരാനും നമ്മളെ ഏറെ സഹായിക്കും. അത് നമ്മളേറെ കോൺഫിഡന്റ് ആക്കാനും കഴിയും എന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്, മൈൽസ് കാർട്ടർ. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, സൈലൻസ് ഈസ് എ ടൂൾ. എപ്പോഴും നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്. ഇതൊരു ടൂള് തന്നെയാണ്. ആ ടൂള് വളരെ വിദഗ്ധമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചില സമയങ്ങളിൽ ഞാനാണെങ്കിലും മനസ്സിലാക്കുന്നത്, നമുക്ക് നല്ല കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ ചില സമയത്ത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ നമ്മളോട് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയുമായിരിക്കും. അപ്പൊ നമ്മൾ ഇതൊക്കെ എനിക്കും അറിയാം, ആ സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിന് പകരം എനിക്കും ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്ന, ജസ്റ്റ് വെയിറ്റ്. അവിടെ സൈലൻസ് ആണ് ഏറ്റവും നല്ലൊരു ടൂളും. നമുക്കറിയുന്ന കാര്യമാണെങ്കിൽ പോലും അത് ലിസൺ ചെയ്തുകൊണ്ട് കുറച്ച് സമയം മിണ്ടാതെ ഇരിക്കുക. അവിടെ
ഫില്ലർ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൈലൻസ് ആയിട്ട് ഇരിക്കാം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് മൈൽസ് കാർട്ടർ. അതായത് എന്ന് മൂടുന്നതിന് പകരം യെസ് നിങ്ങൾ പറഞ്ഞത് ഇതാണ്. അപ്പൊ അവിടെ സൈലൻസിനോടൊപ്പം ഫില്ലർ വേർഡ്സ് കൂടി ഫില്ല് ചെയ്തത് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന് പറയുന്നു. അവിടെ നമുക്ക് ഈ ടൂള് വളരെ വിദഗ്ധമായി ഉപയോഗിക്കാനും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും എന്നുകൂടി മൈൽസ് കാർട്ടർ ഓർപ്പിക്കുന്നുണ്ട്. അതായത് അവസാനം പാട്ട് പറയുന്നത് അദ്ദേഹം പറയുന്നത് യുവർ കമ്മ്യൂണിക്കേഷൻ ഐഡന്റിറ്റി മാറ്റേഴ്സ്. ശരിക്കും പറഞ്ഞ് നമ്മുടെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടം നമ്മളിലേക്ക് വരും. എപ്പോഴും നമ്മളെ കേൾക്കാനും നമ്മൾ സംസാരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സ്കില്ലിനെ മെച്ചപ്പെടുത്തി എടുക്കുക. അത് എവിടെ തുടങ്ങണം എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് അറിയുമെങ്കിലും അത് പ്രാബല്യത്തിൽ വരാത്തത് നമ്മൾ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ്. ആ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് അത്തരം അവസരങ്ങൾ ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വീടുകളെ നമ്മുടെ അവസരങ്ങളാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഇപ്പോ ഞാനും അമ്മയും അനീത്തിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചില സമയത്ത് മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നും ഇതിനിപ്പോ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല, കാര്യം പറഞ്ഞാൽ അവിടെ പ്രശ്നമാകും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യും, അത് അവിടെ തുടങ്ങുക. ആ വീടുകളിൽ നമുക്ക് ഇത്തരം അവസരങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരും. അത് കേൾക്കുക. അവിടെ സൈലൻസ് കൊടുക്കുന്ന സമയത്ത് സൈലൻസ് കൊടുത്തുകൊണ്ട് ഫില്ലർ വേർഡ്സുകൾ ഫില്ല് ചെയ്തുകൊണ്ട്, അത് മക്കളോടാണെങ്കിലും പാർട്ട്ണറോടാണെങ്കിലും എവിടെയാണെങ്കിലും ഫില്ലർ വേർഡ്സ് ഉപയോഗിച്ച് സൈലൻസ് ക്രിയേറ്റ് ചെയ്ത് ആ റൂമിനെ ഒന്ന് റീഡ് ഔട്ട് ചെയ്ത്, അവിടെ ഒരു സൈലന്റ് അല്ലെങ്കിൽ കുറച്ച് സാഡ് ആയിരിക്കുന്ന റൂമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വാക്കുകൾ ഉപയോഗിച്ച് അത്തരം ഫില്ലർ വേർഡ്സുകൾ ഫില്ല് ചെയ്ത് ആ റൂമിനെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ആവശ്യമായ കാര്യങ്ങൾ മാത്രം കൂട്ടിച്ചേർത്ത് നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് പ്രാക്ടീസ് തുടങ്ങേണ്ടത് വീട്ടിൽ കിട്ടുന്ന കുഞ്ഞു അവസരങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്ന സമയത്ത് അവിടെ നമ്മളെ മനസ്സിലൊന്ന് കൺട്രോൾ ചെയ്ത് അതിനൊരു ബെറ്റർ ആക്കി പോളിഷ് ആയിട്ട് നമുക്ക് പറയേണ്ടത് റൈറ്റ് ആയിട്ട് തന്നെ പറയുകയും വേണം. അദ്ദേഹം പറയുന്നതാണ് സേ ഇറ്റ് റൈറ്റ് ഓൾ ദ ടൈം. എപ്പോഴും പറയുന്നത് ശരിയായി തന്നെ പറയണം. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആവുമായിരുന്നു, അപ്പൊ അതെനിക്ക് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ് എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പൊ എവിടെയാണ് തുടങ്ങുന്നത്? ഇപ്പൊ മക്കളാണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും അവിടെ നിന്ന് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ കൊണ്ടുവരിക. ആവശ്യമില്ലാതെ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് കാമൻ കോയിലെ നമുക്ക് ചില സമയം നല്ല ദേഷ്യം വരുന്നുണ്ടാവും. പക്ഷെ അത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് തെറ്റ് എന്നല്ല പറയുന്നത്. പക്ഷെ അതൊന്ന് പോളിഷ്ഡ് ആയിട്ട് നമ്മൾ പറയേണ്ട ശരിയായ രീതിയിൽ തന്നെ പറയുമ്പോൾ അത് കുറച്ചുകൂടി നമ്മളെ ആക്സെപ്റ്റബിൾ, ആ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് കേൾക്കുന്നവരും അത് ശ്രദ്ധിക്കും. അത് പിന്നെ നമ്മുടെ ഓരോ വാക്കുകളും അവർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ അവര് പറയും ഇതിന് നല്ലൊരു ഡിസിഷൻ പറയാൻ അമ്മയ്ക്കായിരിക്കും പറ്റുക. കാരണം അമ്മ എപ്പോഴും അങ്ങനെയാണ്, നല്ല രീതിയിൽ നല്ല ഡിസിഷൻസ് പറയാറുണ്ട്. ചില സമയങ്ങളിൽ കുട്ടികൾ മറിച്ചായിരിക്കും, ഇത് അമ്മയോട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്, അമ്മ അത് ബ്ലോക്ക് ചെയ്യും, അമ്മ അപ്പൊ അത് നെഗറ്റീവ് പറയും എന്ന് പറയുന്നത്. വിധുബാലൻ മാം ചിരിച്ചു. യെസ്, ഇത് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ശരിയായിരിക്കാം, അതായിരിക്കാം ബെറ്റർ ഡിസിഷൻ. ബട്ട് എവിടെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയാണ് റൂം റീഡ് ചെയ്യുക എന്ന് പറയുന്നത്. ആ കുട്ടി പറയുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അവര് പറയുന്നതിനെ അവരിപ്പോ എന്ത് മൂഡിലാണ്, അവര് വളരെ എക്സൈറ്റഡ് ആണെങ്കിൽ എക്സൈറ്റ്മെന്റ് താഴ്ത്തണ്ട. അപ്പൊ എക്സൈറ്റ്മെന്റ് ഓക്കെ, അത് ഇപ്പൊ കാണാം, ശരി ഇപ്പൊ നിനക്ക് എക്സാം അല്ല വരുന്നത്, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും എക്സാം കഴിഞ്ഞ് നമുക്ക് അതങ്ങ് ചെയ്യാം എന്ന് പറയുമ്പോൾ അവരൊന്ന് റീതിങ്ക് ചെയ്യും. കറക്റ്റ് പോയിന്റ് ആണ്. അപ്പൊ അത് എന്ത് ചെയ്യാം, പിന്നെ അതിലേക്കായിരിക്കും ഡീവിയേറ്റ് ചെയ്ത് ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകും. മറിച്ച് പറയാം, ഇപ്പൊ ഈ പരീക്ഷയുടെ സമയത്താണ് ഇപ്പൊ ഈ പറയാൻ നേരം, അല്ലെങ്കിൽ ഇത് പോകാൻ നേരത്താണ് ഇപ്പൊ ഈ പറയാൻ സമയം എന്ന് പറയുന്നതിന് പകരം ഇത് കുറച്ചാ ഇപ്പൊ നോക്കട്ടെ, ഇത് ചെയ്യാൻ പറ്റും നോക്കട്ടെ, അതിപ്പോ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചെയ്തു തരാം, അത് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, സാരമില്ല ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു തരാം
സി, ദിസ് ഇസ് ഡിഫറെന്റ്. ഇത് എവിടെ തുടങ്ങും? വീട്ടിൽ നിന്ന് തുടങ്ങുക. കുഞ്ഞു കുട്ടികളോടാണെങ്കിൽ പോലും അവിടെ കുഞ്ഞു കുട്ടികൾ എന്ന പരിഗണന കൊടുക്കാതെ ഇപ്പോ എനിക്ക് കിട്ടിയ ഒരു അവസരമാണെന്ന് ചിന്തിക്കാം. ചെറിയ കുട്ടികളോടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ മുതലാക്കി എടുക്കാം. അതിന് കുട്ടികളോട് ഇപ്പൊ എവിടെയും ചെല്ലുന്ന സമയത്ത് കുട്ടികളോട് സംസാരിക്കുക. അപ്പൊ ആ കുട്ടികളോട് സംസാരിക്കാൻ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അവിടത്തെ ഒരു ക്ഷമ വേണ്ടി വരും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ, എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. അവൾ എത്രാം ക്ലാസ്സിലാണെന്ന് അവൾ ഇപ്പൊ 3-ാം ക്ലാസ്സിലാണ്. എന്റെ കൂട്ടുകാരിയാണ്. പൊന്നൂട്ടി എന്നാണ് അവളുടെ പേര്. ഞങ്ങള് എന്റെ വീടിന്റെ അടുത്തായിരുന്നു മുന്നേ താമസിച്ചിരുന്നത്. ഇപ്പൊ ഞാൻ അവിടെയല്ല, കുറച്ച് മാറിയിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ എപ്പോഴും അവള് ചോദിക്കുന്നത്, 3-ാം ക്ലാസ്സുകാരിയാണ് എന്റെ അവളുടെ കൂട്ടുകാരി ഞാനാണ്. അവള് കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് ഒരു 3-4 വയസ്സാവുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുന്ന പ്രായമാണ് കുട്ടികൾ. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഒരു കോവിഡിന്റെ ഒക്കെ കാലഘട്ടമായിരുന്നു. അപ്പൊ അവിടെ ഇരിക്കുന്ന കോവിഡ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് അധികം ഒന്ന് പുറത്തേക്ക്, അപ്പൊ അവിടെ ചെന്ന് അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവള് പറയുന്നത് മുഴുവൻ ഞാൻ ഇരുന്ന് കേൾക്കും. എന്നിട്ട് പറയും, അപ്പൊ പൊന്നൂട്ടി അങ്ങനെ ചെയ്തോ, അപ്പൊ നമുക്ക് നിന്ന് കാഴ്ച ഇങ്ങനെ ഇങ്ങനെ പറയുന്ന. ഇപ്പോഴും ഞാൻ ചെന്നാൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. ഇപ്പൊ എവിടെയെങ്കിലും ചെയ്യുന്ന സമയത്ത് കുട്ടികളോട് സംസാരിക്കുക. അപ്പൊ കുട്ടികളോട് സംസാരിക്കുക എന്നതിലുപരി അതൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു റീഡ് ചെയ്യേണ്ട റൂമായി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ആ സംസാരം. അവിടെ അവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ചില ടിപ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു സിറ്റുവേഷൻസ് വരുമ്പോൾ അതൊരു സ്കില്ലായിട്ട് എടുക്കാം. ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാളോട് സംസാരിക്കുന്ന, അവരോട് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒന്ന് തിരിച്ച് ചിരിക്കുന്ന സമയത്ത്, എവിടെയാ പോകുന്നത്, അപ്പൊ അത് പറയുമ്പോൾ, അപ്പൊ എന്താ പേര് കണ്ടോ, അപ്പൊ ആ പേര് പഠിച്ചെടുക്കാൻ അപ്പൊ അതൊരു അവസരമായിട്ട് എടുക്കുക. അപ്പൊ അവർ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക. അവിടെ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എവിടെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത്തരം കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ കണ്ടെത്തുക. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാടുണ്ട്. ബസ് സ്റ്റോപ്പ് നിൽക്കുന്ന സമയത്ത് ആ ബസ് പോയോ വെറുതെ ചോദിക്കുക. ഇല്ലല്ലോ, അതിനായിരുന്നു പോണത്, കണ്ടിരുന്നോ, നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടത്, ഓ ശരി, അപ്പൊ പേര്, ചിലർക്ക് അത് താല്പര്യം ഉണ്ടാവും. അതൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള റൂമായി പരിഗണിക്കുക. അവിടെ നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത്തരം അവസരങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റുവട്ടം ഉണ്ടാവും. എന്തായാലും മൈൽസ് കാർട്ടർ പറഞ്ഞ ഇത്തരം ഒരുപാട് സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്ന് തുടങ്ങുക. അത് നമ്മുടെ ചുറ്റുവട്ടങ്ങൾ, അതൊരു മീറ്റിംഗിലേക്കായിട്ടോ ഒരു ഗ്രൂപ്പിലേക്കായിട്ടോ വെയിറ്റ് ചെയ്യാതെ ഇത്തരം ഒരു പ്ലാറ്റ്ഫോം, ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം, സൂം പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഷൈമിനെ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ, ദിസ് ഇസ് എ, അപ്പൊ ഇതൊരു പ്ലാറ്റ്ഫോം ആയിട്ട് കണക്ക് കൂട്ടുക. നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞു, ഈ റൂം ഇപ്പൊ നിങ്ങൾ ഇന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു അവസരങ്ങൾ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്തെടുക്കാം. തെറ്റിക്കോട്ടെ. അപ്പൊ അത് കുറച്ചും കൂടി 10 പോയിന്റ് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്റെ തലയിലുണ്ടായിരുന്നു, പക്ഷെ പറയാൻ ഞാൻ 2 പോയിന്റ് പറഞ്ഞുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടൈം പറയാൻ വേണ്ടി അപ്പൊ അത് ഉദ്ദേശിച്ചു, പക്ഷെ പറഞ്ഞില്ല. അത് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ, ഇപ്പൊ ഇവരൊക്കെ ചെയ്യുന്ന പോലെ റീഡ് ചെയ്ത് നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കും. ആദ്യമൊക്കെ കുറച്ച് എഴുതേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ മുൻ ഒരു സബ് കളക്ടർ ആയിരുന്ന രാജു നാരായണ സ്വാമി IAS കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ജോയിൻ ചെയ്ത എല്ലാ കോഴ്സുകളും ഫസ്റ്റ് റാങ്കോടെയാണ് പാസ്സായിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ നേരിട്ട് കാണാനും സംവദിക്കാനൊക്കെ എനിക്ക് കുറച്ച് സമയം കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം എപ്പോഴും ഒരു പേപ്പറും പെന്നും കയ്യിലുണ്ടാവും. ഇപ്പൊ ഒരാളെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉടനെ എന്തെങ്കിലും സ്ക്രിബിൾ ചെയ്യുന്ന കാണാം. പേപ്പർ ആ പെന്നിലേക്ക് എഴുതും. ഒരു മീറ്റിങ്ങിലായിരിക്കുമ്പോൾ, ഒരു സദസ്സിലായിരിക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ കയ്യിൽ പേപ്പറും പെന്നും ഉണ്ടാവും. അദ്ദേഹം റീഡ് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ്, ഓൾറെഡി നോട്ട് ചെയ്യാണ്. എന്നിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ്. പിറ്റേന്നാണ് അദ്ദേഹത്തെ ഞാൻ കാണും. ഉടനെ അദ്ദേഹം ചോദിക്കും, പ്രവീണ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ അന്തം വിട്ടു. ഈശ്വര, ഇന്നലെ ഒരു നിമിഷം ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് സംസാരിച്ചുള്ളൂ, അപ്പൊ മാത്രമേ എന്റെ പേര് പറഞ്ഞിട്ടുള്ളൂ. ഉടനെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പേര് എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അത് കേൾക്കുന്ന സമയത്ത് വീണ്ടും അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ഒരു താല്പര്യം തോന്നും. നമ്മുടെ പേരെടുത്ത് വിളിച്ചു. ഇന്നലെ ഒരു നിമിഷം അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം നേടിയെടുത്ത കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ പവർ നോക്കൂ. അപ്പൊ this is what someone is doing. So if you want to communicate better, use സ്കിൽ. കാരണം അതൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ട്രെയ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഒരു സ്വഭാവം അല്ലെങ്കിൽ ജന്മനാ കിട്ടുന്ന ഒരു സ്വഭാവ സവിശേഷത അല്ല. ഓരോരുത്തരും
ബെറ്റർ ആകാൻ വേണ്ടി നമുക്ക് ബെറ്റർ ആക്കാൻ കഴിയുന്നതും നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലും കൂടിയാണ്. അത്തരം ഒരുപാട് സ്കില്ലുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഡെയിലി ലൈഫിൽ നമ്മളെപ്പോഴും ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് ഈ സ്കില്ല് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് സാഹചര്യത്തിൽ ഞാനൊക്കെ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ അത് ചെയ്യത്തില്ല. ഇപ്പൊ ഈ ക്ലാസ് കേട്ടപ്പം ആ ഒരു മൊമെന്റ്സ് ഒക്കെ മൈൻഡിലൂടെ വന്ന് പോവുകയാണ് ചെയ്തത്. നമുക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിലും ഓഫീസിലൊക്കെ ആണെങ്കിൽ ഡെയിലി കാണുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അവരുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. ജസ്റ്റ് ഒരു സ്മൈല് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അവരെ കാണുമ്പോൾ നമുക്കൊന്ന് ചിരിക്കാം. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം. നമ്മളെ തന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുവാണ് ആ ഓരോ മൊമെന്റിലും ചെയ്യുന്നത്. എനിവേ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് സെഷൻ. ഫീഡ്ബാക്ക് പറയാനായി മറ്റു ടീം അംഗങ്ങളെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് മാം. ഞാനിപ്പോ നോക്കിക്കൊണ്ടിരുന്ന ഗുഡ് മാമിന്റെ ആ മോർണിംഗ്. ഡ്രസ്സ് വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ സുന്ദരിയായിട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി 2 മണിക്ക് വന്നിട്ട് ഇത്ര ഹാപ്പിനെസ്സോടെ ഇരിക്കുന്നത് തന്നെയാണ് നമുക്കൊരു മോട്ടിവേഷനായിട്ട് തോന്നാറ്. പിന്നെ മാം പറഞ്ഞതുപോലെ ഞാൻ പലപ്പോഴും പറയുന്നത് കേട്ട് നിശബ്ദമായിട്ടിരിക്കാറാ ഉള്ളത്. അവർ പറയട്ടെ പറയട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ മാം പറഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവരോടും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. കേട്ടിരിക്കുമ്പോ ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കണ്ടെന്ന് വെച്ചായിരിക്കുന്നത്. പക്ഷെ മാം പറഞ്ഞത് ഞാൻ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ശരിയാ. പിന്നെ ഏറ്റവും മറന്നു പോകുന്ന പേരുകളാ. ശരിയാ. പലപ്പോഴും ഇന്ന് കണ്ടിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ പേര് ഓർമ്മ കാണില്ല. അതിനൊക്കെ ഉള്ള ടിപ്പ് കിട്ടി. വളരെ നല്ലൊരു ഇതായിരുന്നു. ഞാനും എഴുതിയെടുക്കാറുണ്ട്. പക്ഷെ രാവിലത്തെ ആ വെപ്രാളത്തിനിടയ്ക്ക് പലപ്പോഴും എനിക്ക് വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എഴുതിയിരിക്കാൻ പറ്റില്ല. താങ്ക് യു മാം, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മേഘ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ കിടക്കുമ്പോഴും ഞാൻ ഓർത്തത് ഇന്ന് രാവിലെ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ ഷൈനി വിളിച്ചുണർത്തും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ധൈര്യം ഉണ്ട്. എന്നാലും അതിന്റെ മുന്നേ എഴുന്നേറ്റൊക്കെ റെഡിയാക്കി വെച്ചു. എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും മേഘ പറഞ്ഞു രാവിലത്തെ വെപ്രാളത്തിൽ അത് വെപ്രാളത്തിനിടയിലും മേഘ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ആക്കി ഉപയോഗിച്ചു. അപ്പൊ ആ പേരുകൾ എങ്ങനെ ഓർത്തെടുക്കാം, അതൊരു ടിപ്പാണ്. മൈൽസ് കാർട്ടർ പറയുന്ന ഒരു ടിപ്പാണ്. അപ്പൊ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അത് കേട്ടപ്പോ എനിക്കും ഭയങ്കര സന്തോഷമായി. നെക്സ്റ്റ് ടൈം. അപ്പൊ ഇന്നലെ കൂടി ഞാൻ ഒരാളെ പരിചയപ്പെട്ടതാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഞാൻ വിചാരിച്ചു ഈശ്വര പേര് മറന്നുപോയി. കാരണം ഒരു തമിഴ് കലർന്ന പേരായതുകൊണ്ട് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അതിന്റെ മീറ്റിങ്ങിലേക്ക് ഡ്രൈവറുടെ പേരായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഈ ടിപ്പ് ഞാൻ അവിടെ ഉപയോഗിച്ചില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, ഉപയോഗിച്ചില്ലല്ലോ, കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇതൊന്ന് ഉപയോഗിക്കാം. ഇപ്പൊ ശ്രീഷ്ണ പറയുന്ന സമയത്ത് ഞാൻ വേഗം എടുത്തത് ശ്രീഷ്ണയുടെ പേര് നോക്കുകയാണ്. അതൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. വീണ്ടും ശ്രീഷ്ണ പറയുന്ന സമയത്ത് ആ ഗ്രീൻ അവിടെ കാണുമല്ലോ. അപ്പൊ വീണ്ടും ശ്രീഷ്ണ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു, കണ്ടോ. അപ്പൊ അത് ശ്രീഷ്ണ റീഡ് ചെയ്ത് കഴിഞ്ഞു, ശ്രീഷ്ണ അത് പറഞ്ഞു. ഇപ്പൊ ഞാൻ എത്ര പ്രാവശ്യം 3-4 പ്രാവശ്യം ശ്രീഷ്ണയുടെ പേര് പറഞ്ഞു. ഇങ്ങനെ ഒരു 5-6 തവണ ആ ഫസ്റ്റ് കാണുന്ന വ്യക്തിയോട് സംസാരിക്കാന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഞാനും അതിന്റെ പ്രാക്ടീസിൽ തന്നെയാണ്. ഇന്നലെ ഒരു നിമിഷം ഞാനത് മറന്നുപോയി. പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിക്കാൻ തരും ആ തിരക്കില്. കാരണം ഞാൻ അവിടെ ഇറങ്ങി, ബസ് ഇറങ്ങി, ട്രെയിൻ ഇറങ്ങി, ബസ് ഇറങ്ങി, പിന്നെ അവിടെ എത്തി. എനിക്ക് പിന്നെ ആ മീറ്റിങ്ങിലേക്ക് ഓടി പോകേണ്ടതുള്ളത് കൊണ്ട് ആ തിരക്കിൽ ഞാനങ്ങ് പറഞ്ഞു. നമുക്ക് തിരക്കാണ് എല്ലാത്തിനും. ഒരു നിമിഷം അതൊരു സ്കില്ലാക്കി എടുക്കാനുള്ള ഒരു അവസരമാക്കി എടുത്താൽ ആ പേരിന്റെ കൂടെ ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം അതൊന്ന് വീണ്ടും ഒന്ന് പറഞ്ഞു നോക്കാൻ ഒരു സമയം നമ്മൾ എടുക്കുന്നില്ല. എന്തുകൊണ്ടാ, നമുക്ക് തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു തിരക്കും ഇല്ല. എന്നിട്ട് ഞാനങ്ങ് ഓടിപ്പോയിട്ടോ അവിടെ പോയിട്ട് ഞാൻ മീറ്റിങ്ങിൽ ഒരാളെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. വല്ല ആവശ്യം ഉണ്ടായിരുന്നു, തിരക്കാണ്. അവിടെ കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ പേര് ഇപ്പോഴും മനസ്സിലുണ്ടാവുമായിരുന്നു. ബട്ട് ദിസ് ഈസ് എ പ്ലാറ്റ്ഫോം ദർ ഐ സ്റ്റഡീഡ് എ ലോൺ. അപ്പൊ അവിടെ ഞാൻ പഠിച്ചു. ഈ നെക്സ്റ്റ് ടൈം ഇങ്ങനെ വെപ്രാളം പിടിച്ചോടേണ്ടത്, അതുകൊണ്ട് ആ പേര് പഠിക്കാതെ പോയില്ലേ. പോകുമ്പോ ശരി കേട്ടോ, താങ്ക് യു സോ മച്ച് എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് കൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ആ മുഖത്തുണ്ടാവുന്ന വെളിച്ചം എത്രയായിരുന്നു, ഒരു പുഞ്ചിരിയുടെ ആ ഒരു പിന്നെ ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചം എത്ര ഉണ്ടാവുമായിരുന്നു. ഇനി ഞാൻ മനസ്സിൽ ഓർത്തൊരു നിമിഷവും എനിക്ക് റിഗ്രറ്റ് തോന്നിയ ഒരു സമയം കൂടിയാണ്. പക്ഷെ നെക്സ്റ്റ് ടൈം അത് വരുന്ന സമയത്ത്, ഇനി അങ്ങനെ ഒരു അവസരം വരുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്തുക എന്നൊരു ലേണിംഗ് പോയിന്റ് കൂടി കിട്ടി. ഇന്നത് മേഘ എടുത്തു പറഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. താങ്ക് യു ഫോർ ഷെയറിങ്. താങ്ക് യു.
മാജിക് മാജിക് മോർണിംഗ്. മോർണിംഗ് മാജിക് മാഡം. മോർണിംഗ്. ആ മാഡം ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഒരാളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പം ആ കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നായിരിക്കും, പറയുന്നത് ഒന്നായിരിക്കും. നമ്മൾ പറഞ്ഞു പോണ രീതി വേറെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ആ പറയേണ്ട കാര്യം അതൊന്ന് ശ്രദ്ധിച്ച് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഒഴിവാക്കാം. പിന്നെ അല്ലെങ്കിൽ പിന്നെ മാഡം പറഞ്ഞ പോലെ പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറയണത് ശരിയായില്ലെങ്കിൽ പിന്നെ ഈ പറയുമ്പോൾ മിണ്ടാതിരിക്കാം. മിണ്ടാതിരുന്ന പ്രശ്നമില്ല. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ മാഡം പറയും പോലെ കേൾക്കണം. പക്ഷെ എനിക്ക് കേൾക്കാനും ഒരു പരിധിയിൽ കൂടുതൽ കേൾക്കുമ്പോഴും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. കാരണം ഇതിങ്ങനെ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുക, അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുമ്പോൾ ഞാൻ പറയും, അപ്പൊ പിന്നെ ഞാൻ പറയും കേൾക്കണ്ട, നമുക്കത് അവിടെ നിർത്താം, ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഒരു പറയണത് കേൾക്കാം. അതാണ് കുറച്ചുകൂടെ ഉള്ള ഒരു ടൂളായിട്ട് മാഡം പറഞ്ഞത് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ പുറത്ത് കാണുന്ന കാഴ്ച, അത് രണ്ടുപേര് കാണുന്നത് രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മളെ നമ്മൾ കാണുന്ന രീതി ഏതാണ്, മറ്റൊരാളെ കാണുന്നത് ഏത് രീതിയാണ് എന്നുള്ളതാണ്. നമ്മളെ നല്ല രീതിയിൽ കാണണം എന്ന് ചിന്തിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ കാണും. മോശമായ രീതിയിലാണ് കാണണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് മോശമായ രീതിയിൽ തന്നെ കാണാം. പിന്നെ സംസാരിക്കുമ്പോൾ പറയുമ്പോൾ പലപ്പോഴും മാഡം പറയും പോലെ ഞാനല്ല ഫോൺ വെച്ചോണ്ടിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി മക്കളെടുത്ത് അവരാണ് ഫോണിൽ ഇരിക്കുന്നത്. അതൊന്ന് മാറ്റി വെച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവർ മൂളയായിരിക്കും. അങ്ങനെ മോള്. അപ്പൊ ഞാൻ പറയാം അതൊന്ന് മാറ്റി വെച്ചൂടെ, ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും അതൊന്ന് മാറ്റി വെച്ചൂടെ, എന്തെങ്കിലും ആ സമയത്തെങ്കിലും പറയണത് കേട്ടൂടെ. പിന്നെ ചില സമയത്ത് പിന്നെ വിചാരിക്കുക അവർക്ക് തിരക്കൊന്നുമില്ല. പക്ഷെ അവര് ഈ കഴിക്കുന്ന സമയത്താണെങ്കിൽ ഇവരിങ്ങനെ ഇങ്ങനെ ഈ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അടുത്ത് നിന്ന് ഞാൻ ഈ വെറുതെ ഇരുന്നിരുന്നാലും, ഞാൻ രണ്ട് മക്കളോടാണ് ഇരുന്നിരുന്നാലും അവരെ കാര്യത്തിലാണ്. അപ്പൊ പലപ്പോഴും ഞാൻ വിചാരിക്കും നമ്മള് പിന്നെ വെറുതെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നും. പക്ഷെ അത് അല്ല, അവരുമായിട്ട് സംസാരിക്കുക. ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ പറയാറുണ്ട്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വയലന്റ് ആവുമായിരുന്നു. അത് മാറ്റി വെക്ക് എന്നുള്ള പറയുന്നത്. അപ്പൊ ഞാൻ പറയാം അത് മാറ്റി വെച്ചാൽ നമുക്ക് കുറച്ച് നേരത്തെ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ സംസാരിക്കാമല്ലോ. അതൊന്ന് മാറ്റി വെക്കും. പിന്നെ അവര് പറയുന്ന കാര്യം മാഡം പറഞ്ഞതുപോലെ ഇപ്പൊ പറ്റൂല എന്ന് ഇപ്പൊ പറയാറില്ല, നമുക്ക് നോക്കാം, ചെയ്യാം, അത് ഇപ്പോഴത്തെ ഈ ഒരു കാര്യം കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നോക്കി പറയാറുണ്ട്. അല്ലാതെ പെട്ടെന്ന് ചാടിക്കയറി അങ്ങനെ പറയാറില്ല. നേരത്തെ എന്ന് പറയുമ്പോ അങ്ങനെയല്ല, പറയുന്നത് മുഴുവൻ കേൾക്കൂല, അതിന് മുമ്പ് തന്നെ മറുപടി പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പറയുന്നത് കേൾക്കാറുണ്ട്, കേട്ടിട്ട് മറുപടി പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ കുറെ വന്നിട്ടുണ്ട്. ഇന്നത്തെ മാഡത്തിന്റെ ക്ലാസ് അതെന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് സൈലൻസ് എന്ന് പറയുന്നത് ചില സ്ഥലത്ത് ഉപയോഗമാണ്, പക്ഷെ ചില സ്ഥലത്ത് അതിന്റെ ആവശ്യമില്ല. നമ്മൾ അവരുമായിട്ട് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളാണ് പലതും ഉള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മാഡത്തിന്റെ ക്ലാസ്സിലൂടെ കുറെ കാര്യങ്ങൾ അങ്ങനെ എനിക്ക് മനസ്സിലാക്കി. താങ്ക് യു മാഡം, നല്ല ക്ലാസ് ആയിരുന്നു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്താ പറയുന്നത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയുക, അത്രേ ഉള്ളൂ. പറയേണ്ട രീതിക്കാണ് നമ്മൾ സ്കിൽ എന്ന് പറയേണ്ടത്. പറയുന്നത്. അതെ, ഇപ്പൊ വിധു മാം പറഞ്ഞതുപോലെ ഇപ്പൊ മക്കളാണെങ്കിൽ ഇപ്പൊ ടേബിളിന് മോള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ പറയാം അത് മാറ്റി വെച്ചുകൂടെ. ഈ മാറ്റി വെച്ചുകൂടെ എന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നൊരു ഗസ്റ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവരെങ്ങനെ മൊബൈലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും പറയാൻ പോവോ? ഇല്ല, അവർ നമ്മളെ ഗസ്റ്റാണ്, അവർ നോക്കുക, അവർ കഴിച്ചോളൂ എന്നുള്ള തോന്നല് ശരിയല്ലേ? അപ്പൊ നമ്മൾ അവരോട് പറയില്ല. പക്ഷെ നമ്മൾ നമ്മളെ മക്കളോട് പറയും. അതെന്തുകൊണ്ട്? അപ്പൊ നമ്മൾ പറയുന്ന ചോദ്യം എന്താ? അത് നമ്മൾ അവർക്ക് നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ ഗസ്റ്റിനോടും പറയുന്ന നല്ല കാര്യമാണ്. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് മൊബൈൽ നോക്കാൻ നമ്മൾ അവരോട് പറയുമോ? ഇല്ല. ഇതെങ്ങനെ എങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല്, അതായത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, നമ്മൾ ഗൈഡ് ചെയ്യുന്ന നമ്മളെക്കാളും അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്നതോ നമ്മൾ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഗൈഡ് ചെയ്യുന്ന ഒരു ടീമും ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾക്ക് ചില സമയത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഈവൺ നമ്മുടെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നതിൽ ചില മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞാനത് സൈലന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും. കാരണം അവിടെ പറയാൻ പറ്റൂല. കാരണം എന്റെ ഹെഡ് ഓഫ് ദ ഡയറക്ടർ ബോർഡാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സൈലന്റ് ആയിട്ടിരിക്കും. പക്ഷെ നമ്മളെ കൂടെയുള്ള ടീം അല്ലെങ്കിൽ ഞാൻ ഗൈഡ് ചെയ്യേണ്ട ടീമാണ് അത് പറഞ്ഞതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ സൗണ്ടിൽ വേരിയേഷൻ വരുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം ഇങ്ങനത്തെ ഞാൻ പറയാം ന്യൂജി ഇങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾ ഞാൻ ഇതിനെ ബേസ് ചെയ്തിരുന്നു. അപ്പൊ അവിടെയാണ് എന്റെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മിസ്റ്റേക്കുകൾ ഞാൻ കണ്ടെത്തിയത്. അപ്പൊ അവിടെ ഞാൻ എന്റെ സ്വരത്തിന് മാറ്റം വരുത്തുന്നു, അവിടെ ഒരു പവർ കാണിക്കുന്നു.
നമ്മൾ ഈ പവർ കാണിക്കുന്നിടത്താണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ലോസ് ആയി പോകുന്നത്. മറിച്ച് നേരത്തെ ഡയറക്ടർമാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് അത്രയും പവർ ഇല്ല, നമുക്ക് പവർ ഉപയോഗിക്കാനും പാടില്ല. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്റെ വാക്കുകളൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് അവിടെ ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നന്നാവില്ലേ എന്ന് ചോദിക്കും. ഇപ്പുറത്താണ് ഇങ്ങനെയാകുമ്പോൾ ഞാൻ ഇവരോട് എന്ത് പറയും, ഈ ടീമിനോട് പറഞ്ഞാൽ നീ ആ പറഞ്ഞ ശരിയല്ല, കണ്ടോ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ദേഷ്യം പിടിക്കുമല്ലേ. പിന്നെ ഞാൻ എന്ത് ചോദിച്ചാൽ ഇവരുടെ കോൾ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ഇവരുടെ കോൾ എന്തിനെങ്കിലും വരുന്ന സമയത്ത് ഉടനെ ഞാൻ എന്ത് ചെയ്യും, അതവിടെ കിടന്ന് അടിച്ചോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിക്കും. എന്നിട്ട് ഒന്ന് കാമായതിനു ശേഷം തിരിച്ചു വിളിക്കും. അപ്പൊ എന്തോ ദേഷ്യമുള്ളതായിക്കോട്ടെ, ഞാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താന്ന് വെച്ചാല് പിന്നെ അതേമാതിരി ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ നിന്നാണ് പ്രശ്നം വരുന്നതെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് ഇത് കേൾക്കുന്ന സമയത്ത് ഇറിറ്റേഷൻ തോന്നും എന്ന് എനിക്ക് ഫീൽ ചെയ്താൽ അവിടെ ഞാൻ കോൾ എടുക്കാതെയോ ഇരിക്കും. കാരണം ഒന്ന് കൂൾ ചെയ്തിട്ട് ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആയ ശേഷം അവർക്കാണെങ്കിലും കോൾ തിരിച്ചു പോകും. അപ്പൊ അവര് പറയുന്നത് പറഞ്ഞോട്ടെ, അതിൽ ചിലപ്പം ശരിയല്ല. അപ്പൊ അപ്പൊ എനിക്ക് ഇറിറ്റേഷൻ തോന്നാതെ അവരോട് സംസാരിക്കാനും ഇവരോട് പവർ കാണിക്കാതിരിക്കാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഫോൺ റിങ് ചെയ്യുമ്പോൾ അവിടെ കിടന്ന് റിങ് ചെയ്യട്ടെ. നല്ല ദേഷ്യത്തിലാണ് തിരക്കിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ വാക്കുകൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു. ലെറ്റ് ദ ബെൽ റിങ്സ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അവിടെ അത് റിങ് ചെയ്തോട്ടേന്നേ, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാം. അപ്പൊ അവരൊരു എവിടെയായിരുന്നു വെച്ചാൽ ഞാൻ എന്തെങ്കിലും നമുക്ക് കാരണം പറയാലോ. എന്നാലും നമ്മൾ പറയുന്ന വാക്കുകൾ അപ്പൊ എന്ത് ചെയ്യും, ഈ ഗസ്റ്റിനോട് എന്ത് ചെയ്യാ, നമ്മൾ മൊബൈൽ മാറ്റി വെക്കാൻ പറയില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് മക്കളോട് പറയാം, നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും കൂടിയിട്ട് ഒരു നിയമം കൊണ്ടുവരാം. ഈ നിങ്ങൾ എപ്പോ വേണമെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ. ഭക്ഷണം കഴിക്കുന്ന ടേബിൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വിളമ്പി കൊടുത്ത് അപ്പോ ഒന്ന് ചെയ്യാം. അപ്പൊ ഒന്ന് അങ്ങോട്ട് എടുത്തു, അതൊന്ന് എടുത്തു തരാമോ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം എന്ന് പറയും. അങ്ങനെ ഒരു റൂള് നമ്മുടെ ടേബിളിൽ കൊണ്ടുവരാം എന്ന് നമുക്ക് തീരുമാനം എടുക്കാം. അപ്പൊ അവര് പറയും ശരി. അപ്പൊ അവര് പറയും ആദ്യമൊക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ ബാക്കിയുള്ള സമയത്ത് അവർ നോക്കി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിച്ച് ഒരു പ്രാർത്ഥനയോട് കൂടിയൊക്കെ ചെയ്യാം എന്നൊരു കാര്യത്തിലേക്ക് കൂടി കൊണ്ടുവരിക. അപ്പൊ കണ്ടോ, നമ്മുടെ ആ പവറിലുള്ള കമ്മ്യൂണിക്കേഷനും പവർ കുറവുള്ള സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ രണ്ടാണ്. പക്ഷെ ഇത് രണ്ടും സിങ്ക് ആയെങ്കിൽ മാത്രമേ എല്ലാ സമയത്തും നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ഈ നേരത്തെ വിധുഭാരമാൻ പറഞ്ഞ മാതിരി തലയിലുള്ളത് ഇങ്ങോട്ട് വാക്കിലൂടെ പുറത്തേക്ക് വരികയുള്ളൂ. പ്രാക്ടീസ്. അപ്പൊ ഇത്തരം അവസരങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കാനേ നമുക്ക് സാധിക്കും. എന്തായാലും ഞാനൊരു ശ്രമത്തിലാണ്, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. താങ്ക് യു. മാജിക് മോർണിംഗ് ഷോണ മാം, വളരെ നന്നായി ഉണ്ടായിരുന്നു. നമ്മളെ ഈ സുഹൃത്ത് ബന്ധങ്ങളും അല്ലെങ്കിൽ നമ്മളെ ബന്ധങ്ങളെല്ലാം ഒന്ന് ദൃഢമാക്കാനും അല്ലെങ്കിൽ നമുക്കൊരു മെച്ചപ്പെട്ട രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഉഷാറാകുക, ഒരു ബെറ്റർ വേർഷൻ ആകാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ക്ലാസ്സുകളാണ് ഇന്ന് കിട്ടിയത്. പ്രത്യേകിച്ച് ആ പേരിന്റെ കാര്യം വളരെ നന്നായിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒന്നാമത് നമ്മളെ പേര് ഓർമ്മിക്കും, രണ്ടാമത് നമുക്ക് മറ്റുള്ളവർക്ക് ഏറ്റവും ഇഷ്ടം ഒരാളെ പേര് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാകുക. അത് പറയുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത്, പ്രിയമുള്ളത്, അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബന്ധം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അത് ക്ലിയർ ആയിട്ട് ശരിയായിട്ടുള്ളത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. വളരെ വിനയത്തോട് കൂടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകാറുണ്ട്. പിന്നെ മാം പറഞ്ഞ പോലെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മളൊരു വീട്ടിലെ കുട്ടി ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ് പൊട്ടുകയാണെങ്കിലോ അല്ല അടുത്ത വീട്ടിൽ നമ്മളെ ഓഫീസറെ മകൻ വന്നിട്ട് പൊട്ടിക്കുമ്പോൾ നമ്മൾ പറയുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നോക്കിയിട്ട് നമുക്കും ഈ പറഞ്ഞ മാതിരി സ്കില്ല് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ ഇന്ന് ഈ ക്ലാസ് അതിനെല്ലാം ഉപകരിക്കും. നമ്മൾ എങ്ങനെ ഒരു ആളോട് സംസാരിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. കുറച്ചും കൂടി നമ്മൾ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ മണിസാറ് പറഞ്ഞ കാര്യം വളരെ റെലവെന്റ് ആണ്. അതായത് അടുത്ത വീട്ടിലെ കുട്ടി വന്ന അവനോട് സംസാരിക്കുന്നതും തൊട്ട് നമ്മളെ വീട്ടിലുള്ള കുട്ടികൾ, അപ്പൊ നമ്മളെ കുട്ടി നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും.
എന്നോട് പറഞ്ഞ പോലെ അല്ലല്ലോ ഇപ്പൊ അവനോട് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയല്ലേ, അവനോട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നീ എന്റെ മോനല്ലേ, അപ്പൊ എനിക്ക് നിന്നോട് ഇങ്ങനെ പറയാൻ പറ്റുമോ? ആര് പറഞ്ഞു? ആ കുട്ടി നമ്മുടെ മകനാണെന്നുള്ള ലേബിള് മാത്രമേ ഉള്ളൂ. ഇപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, സോറി. അദ്ദേഹം പറഞ്ഞത് കുട്ടികളൊക്കെ നമ്മളിലൂടെ വരുന്ന വ്യക്തിത്വങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഒരിക്കലും അവര് നമ്മളല്ല അവര് നമ്മളിലൂടെ വരുന്ന ചില വ്യക്തികളാണ്. നമ്മളിലൂടെ വരാനുള്ള ഒരു വഴിയാണ് പ്രപഞ്ചം അവർക്ക് ഒരുക്കി കൊടുത്തത്. അപ്പൊ അവരോട് അതേ അതെ ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ. താങ്ക് യു മണി സർ, താങ്ക് യു. അത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ നമ്മളിലൂടെ വരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്ന വ്യക്തികളാണ് നമ്മുടെ കുട്ടികൾ എന്ന്. അപ്പൊ അവരെ വ്യക്തികളായിട്ട് കാണുക. നമുക്ക് പവർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലാതെ അവരോടും മറ്റു കുട്ടികളോട് പറയുന്നത് പോലെ തന്നെ അതേ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുമ്പോൾ അവർ ആ കോൺട്രഡിക്ഷൻ മനസ്സിലാക്കും. അപ്പൊ അവരും എന്ത് ചെയ്യുന്ന വെച്ചാൽ അവര് സംസാരിക്കുന്ന എല്ലാവരോടും കൃത്യമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ പഠിക്കും. കാരണം അവർ മനസ്സിലാക്കുന്നത് എന്നോടും അല്ലെങ്കിൽ എന്നെ പോലുള്ള എന്റെ സുഹൃത്തുക്കളോടും എന്റെ പാരന്റ്സ് ഒരേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ എന്നോട് കൂടുതൽ പവർ ഉപയോഗിക്കുകയോ എന്നെ കമാൻഡ് ചെയ്യുകയോ കൂടുതൽ ചെയ്യുന്നില്ല. അപ്പൊ അത് നല്ലൊരു ബന്ധമായിട്ട് നമ്മളെ വീടുകൾ ബിൽഡപ്പ് ചെയ്ത് വരും. താങ്ക് യു മണി സർ, അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു. താങ്ക് യു. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്. ശ്രീഷ്ണ, ഇനി ആരെങ്കിലും ഉണ്ടോന്നാവോ? ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? അല്ലെ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. 6:30 ആയി. ഹലോ പ്രവീണ മാം, മാജിക് മോർണിംഗ്. നല്ല ക്ലാസ് ഹായ്, ആയിരുന്നു. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. സത്യം പറഞ്ഞ കമ്മ്യൂണിക്കേഷന്റെ സ്കില്ലിനെ കുറിച്ചും എപ്പോഴാണ് നമ്മൾ കൃത്യമായി സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പറഞ്ഞു തന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഞാനും ഫോണിലൊക്കെ സംസാരിക്കുന്ന ചില സമയത്ത് മൂളല് മാത്രമേ ഉണ്ടാവുള്ളൂ ഇടയ്ക്ക്. ഓക്കെ എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് അത് എത്രമാത്രം ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ മാമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരിയാണ്, അത് എത്രമാത്രം മറ്റുള്ളവർക്ക് അലവസരപ്പെടും എന്നുള്ളത്. അതിന് അപ്പോ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ പേരിന്റെ കാര്യം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പേരും ഞാൻ മറന്നുപോകും. മിക്കപ്പോഴും സംസാരിച്ച് പിന്നീട് കാണുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ പേര് ഓർക്കുന്നുണ്ടാകാം, പക്ഷെ ഞാൻ ആ പേര് മറന്നുപോകും. അപ്പൊ നമ്മൾ അന്ന് സംസാരിച്ചത് ഓർമ്മയുണ്ട്, പക്ഷെ നമ്മൾ ആ പേര് മറന്നിട്ടുണ്ടാവും ഓൾറെഡി. അങ്ങനെയാണ്. അപ്പൊ ആ കാര്യത്തിലും കൂടി കുറച്ചുകൂടി നോട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു ദിവ്യ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടായി എന്നതിൽ ഒരുപാട് സന്തോഷം. ശ്രീഷ്ണ പ്ലീസ്. ഇന്ന് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നല്ലൊരു സെഷൻ എടുത്തു തന്ന പ്രവീണ മാമിനും ഇന്ന് നമ്മുടെ ബി മാജിക്കിലെ ടീം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ടീം അംഗങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. സി യു ടുമോറോ. താങ്ക് യു. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു.